ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന കാര്യം ഒരു 2-3 വർഷം മുൻപുള്ള എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷനും ഇപ്പോൾ ഉള്ള എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷനുമാണ്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 വർഷം മുൻപുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ടൈമിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മുടിയും ഈ ഒരു ടൈമിലത്തെ എൻ്റെ ഒരു മുടിയുടെ ഞാനിപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹെയറൊക്കെ അങ്ങനെ ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. ഹെയർ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. മുൻപ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി അത് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിനി എത്ര വലിയ ഹെയർ കെയർ ചെയ്താലും നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഹെയർ കെയർ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ ആ ഹെയറിൻ്റെ ഒരു ഗ്രോത്ത് ഒരു പ്രോപ്പർ വേയിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബേസിക് ആയിട്ടുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഞാൻ എന്താണെന്നുള്ളത് പറയാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ പില്ലോ കവർ ഒരു 4 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്യണം. അതുപോലെ പില്ലോ കവർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോട്ടനൊക്കെ യൂസ് ചെയ്യാണ്ട് കുറച്ച് സിൽക്കി ആയിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ കുറച്ച് പോളിസ്റ്റർ മിസ്സായിട്ടുള്ള മെറ്റീരിയലിൻ്റെയൊക്കെ പില്ലോ കവർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിനെ ഒരുപാട് ഹാർഡാക്കാത്തതും അങ്ങനത്തെ ആ ഒരു ടൈപ്പ് പില്ലോ കവർ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലുള്ള അതായത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പില്ലോ കവർ ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന പില്ലോ കവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പാണ്. ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റാണ്, സിൽക്കിയാണ് ഇതിൻ്റെ ഒരു തുണി വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് തന്നെയാണ് 3-4 പില്ലോ കവർ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം വാങ്ങി അപ്പോൾ അങ്ങനെ ഉള്ളൊരു പില്ലോ കവറൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടീനെ കൂടുതൽ ഡാമേജ് വരുത്താണ്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാവിലെയും വൈകിട്ടും നമ്മൾ മുടിയുടെ ജടയൊക്കെ കളഞ്ഞിട്ട് ഈവനിങ് ആണെങ്കിൽ നമ്മളൊരു ബൺ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ ഹെയറിൻ്റെ പകുതി ഇഷ്യൂസ് മാറും. ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഷെയർ ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റം നമ്മുടെ ഒരു ഹെയറിന് കാണാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മളിപ്പോൾ എത്ര വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്താലോ ഹെയർ കെയർ ചെയ്താലോ ഒരു പരിധിവരെ അത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ കുറച്ചിട്ട് ബാക്കി നമ്മുടെ ഹെയർ കെയറും കൂടെ ആവുമ്പോൾ നമ്മുടെ മുടി നല്ല ബെറ്ററായിട്ട് ഗ്രോത്ത് ആവും, നല്ല രീതിക്ക് ഇരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു 2-3 വർഷത്തിന് മുൻപുള്ള എൻ്റെ ഹെയറിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെയർ ഫോൾ ഉണ്ട്, നന്നായിട്ട് ഹെയർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആയിട്ട് ഈ പഴയതുപോലെ തന്നെ ഹെയർ വളർത്തിയെടുക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ കിട്ടിയാലാണ് എനിക്ക് ഈ ഒരു രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.